അവനവന് ഇഷ്ടപ്പെട്ട പാർട്ടി. ഹാവൽസ്, ഓരോ ലൈറ്റിലും ഡിലൈറ്റ്. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എംപിമാരും എംഎൽഎമാരും ധർണ സമരം നടത്തി. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ എംപിമാരും എംഎൽഎമാരും ധർണ സമരം നടത്തി. അങ്കമാലി കരയാമ്പറമ്പ് മുതൽ കുണ്ടന്നൂർ വരെ നിർമ്മിക്കുന്ന ദേശീയപാത ബൈപ്പാസ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ എംപിമാരായ ബെന്നി ബെഹനാൻ, ഹൈബി ഈഡൻ, ഫ്രാൻസിസ് ജോർജ്, എംഎൽഎമാരായ കെ ബാബു, റോജി എം ജോൺ, അൻവർ സാദത്ത്, എൽദോസ് കുന്നപ്പിള്ളി, അനൂപ് ജേക്കബ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ധർണ. സമരം രമേശ് ചെന്നിത്തല ബുധനാഴ്ച രാവിലെ 10 മണിക്ക് എറണാകുളം കളക്ടറേറ്റിന് മുൻപിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ ആവശ്യപ്പെടുന്നത് അങ്കമാലി കുണ്ടന്നൂർ പാതയുടെ നിർമ്മാണം അടിയന്തരമായി ഗവൺമെന്റ് മുൻകൈയെടുത്ത് പൂർത്തിയാക്കണമെന്നാണ്, ആരംഭിക്കണമെന്നാണ്. ഇത് ആരംഭിച്ചില്ലെങ്കിൽ അടുത്ത വരുന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ പദ്ധതിയായി ഇത് നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത്രയും കഴിവുകെട്ട ഒരു സർക്കാർ, ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സർക്കാർ, തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വാഗ്ദാനങ്ങളും ആയിരിക്കും നൽകുന്ന ഒരു സർക്കാരാണിതുള്ളത്. ഇടുക്കി പദ്ധതി എവിടെ പോയി? വയനാട് പാക്കേജ് എവിടെ പോയി? തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച കെ ബാബുവിടെ ഉണ്ട്. ബാബുവിന്റെ ഏറ്റവും നല്ല തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തനം നടത്തിയ മന്ത്രി, ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു മന്ത്രി. ഈ ഗവൺമെന്റ് 10 വർഷമായി തീരദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു ഗവൺമെന്റാണ്. അവിടെയും പ്രഖ്യാപിച്ച 10,000 കോടി രൂപയുടെ പദ്ധതി 1 രൂപ ചെലവാക്കി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം ജില്ലയിലെ ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ഒരു പദ്ധതി വരെ സഹായകരമാകുന്ന അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് കടന്നുപോകുന്ന മേഖലയിലെ UDF എംപിമാരും എംഎൽഎമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ഈ ജില്ലയിലെ ഭൂരിപക്ഷം എംഎൽഎമാരും ജനപ്രതിനിധികളും ബഹുമാനരായ എംപിമാരടക്കം ഇത്തരത്തിലുള്ള ഒരു ധർണാ സമരം സംഘടിപ്പിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ്, അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് ഒരു റോഡിന്റെ പ്രസക്തിയിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയുന്നില്ല. നേരെ മറിച്ച് വളരുന്ന വികസിക്കുന്ന എറണാകുളം ജില്ലയുടെ സമഗ്രമായ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു മാർഗമാണ്, ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് ഈ റോഡ് വിഭാവനം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.